ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ഇലക്ട്രിക് ട്രക്ക് വാങ്ങുന്നവർക്ക് സബ്സിഡി നൽകാൻ കേന്ദ്ര സർക്കാർ. വാഹനവിലയുടെ 10 മുതൽ 15% വരെ സബ്സിഡി നൽകാനാണ് ആലോചന. കാറുകൾക്കും ഇരുചക്രവാഹനങ്ങൾക്കും പിന്നാലെ ഇലക്ട്രിക് ട്രക്കുകൾക്കും സബ്സിഡി നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. PM ഇ-ഡ്രൈവ് പദ്ധതി പ്രകാരം ഇലക്ട്രിക് ട്രക്കുകൾക്ക് 19 ലക്ഷം രൂപ വരെ ഇളവ് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. രാജ്യത്തെ ചരക്കുഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാർ നീക്കത്തിനാവുമെന്നാണ് പ്രതീക്ഷ. PM ഇ-ഡ്രൈവ് പദ്ധതിക്ക് കീഴിൽ 500 കോടി രൂപയാണ് ഇലക്ട്രിക് ട്രക്കുകൾക്ക് വേണ്ടി കേന്ദ്രം നീക്കിവച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും 2 സാധ്യതകളാണ് കേന്ദ്രം പരിഗണിക്കുന്നത്. വാഹനത്തിന്റെ ബാറ്ററിയുടെ ശേഷി അനുസരിച്ചായിരിക്കും കിലോവാട്ട് അവർ അടിസ്ഥാനത്തിൽ സബ്സിഡി നിശ്ചയിക്കുക. കിലോവാട്ട് അവറിന് 5000 രൂപ അല്ലെങ്കിൽ 7500 രൂപ എന്നിങ്ങനെ 2 രീതികളാണ് സർക്കാർ പരിഗണിക്കുന്നത്. വാഹനത്തിന്റെ എക്സ് ഷോറൂം വിലയുടെ 10 മുതൽ 15% സബ്സിഡിയായി നൽകാനാണ് ആലോചന. 55 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള വാഹനത്തിന് 12.5 ലക്ഷം രൂപയെങ്കിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സബ്സിഡി അപര്യാപ്തമാണെന്ന് ഇ-ട്രക്ക് നിർമ്മാണ കമ്പനികൾ ആരോപിച്ചു. ഇലക്ട്രിക് ബസ്സുകൾക്ക് 35 ലക്ഷം രൂപ വരെ സബ്സിഡി കൊടുക്കുന്നുണ്ടെന്ന് കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പൊതുഗതാഗത വാഹനം എന്ന നിലയ്ക്കാണ് ബസ്സുകൾക്ക് സബ്സിഡി നൽകുന്നതെന്നും വാണിജ്യ ട്രക്കുകൾക്ക് അധിക സബ്സിഡിയുടെ ആവശ്യമില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചുരുങ്ങിയ സമയം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി ജിബ്ലി ഇമേജ് ജനറേഷൻ ടൂൾ. OpenAIയുടെ ChatGPTയിൽ ഇതുവരെ 700 മില്യൺ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ജിബ്ലി സ്റ്റൈൽ ഇമേജുകളാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ്. പുതിയ ടൂൾ എത്തിയതോടെ സാധാരണക്കാരും സെലിബ്രിറ്റികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ ഈ ട്രെൻഡിന് പുറകെയായി. ജിബ്ലി സ്റ്റൈൽ തരംഗമായതോടെ ChatGPTയുടെ സെർവർ ഡൗൺ ആവുകയും ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാൻ കാലതാമസം നേരിടുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ OpenAI CEO സാം ആൾട്ട്മാൻ പങ്കുവച്ച ഞങ്ങൾക്കുറങ്ങണമെന്ന എക്സ് പോസ്റ്റ് വൈറലാവുകയും ചെയ്തു. അത്രയധികം വർക്ക് ലോഡായിരുന്നു ഇമേജ് ജനറേഷൻ ഫീച്ചർ എത്തിയതോടെ ChatGPT നേരിടുന്ന പ്രധാന വെല്ലുവിളി. എന്നാൽ ഈ വെല്ലുവിളിയെ അതിജീവിച്ച് കൂടുതൽ വേഗതയോടെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. 700 മില്യൺ ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാൻ സാധിച്ചുവെന്നും ChatGPTയുടെ വേഗത വർദ്ധിച്ചുവെന്നും OpenAI അറിയിച്ചു. ജിബ്ലി ട്രെൻഡായതിനു പിന്നാലെ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ മാത്രം 130 മില്യൺ ചിത്രങ്ങളാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടത്. ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണെന്നും കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രെയിൻ യാത്രയ്ക്കിടയിൽ നഷ്ടമാകുന്ന സ്മാർട്ട് ഫോണുകൾ കണ്ടെത്താൻ പുതിയ സംവിധാനവുമായി കേന്ദ്ര സർക്കാർ. നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ ഫോണുകൾ വീണ്ടെടുക്കുന്നതിനായി RPFുമായി സഹകരിച്ചുകൊണ്ടാണ് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. നഷ്ടപ്പെട്ട മൊബൈൽ ഉപകരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ യാത്രക്കാരെ അനുവദിക്കുന്ന റെയിൽവേയുടെ റെയിൽ മദദ് ആപ്പിനെ ടെലികോം വകുപ്പിന്റെ സഞ്ചാർ സാത്തി പ്ലാറ്റ്ഫോമുമായി സംയോജിപ്പിച്ചാണ് സംവിധാനം. മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യുന്നതിനും വീണ്ടെടുക്കൽ ശ്രമങ്ങൾ ആരംഭിക്കുന്നതിനുമായി റെയിൽ മദദ് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത പരാതികൾ നേരിട്ട് സഞ്ചാർ സാത്തി പോർട്ടലിലേക്ക് എത്തും. 17 RPF സോണുകളുടെയും RPFന്റെ 70ലധികം ഡിവിഷനുകളുടെയും ഉദ്യോഗസ്ഥർക്ക് സഞ്ചാർ സാത്തി പോർട്ടൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. സഞ്ചാർ സാത്തി പ്ലാറ്റ്ഫോം ആരംഭിച്ചതിനു ശേഷം 30 ലക്ഷത്തിലധികം മൊബൈൽ ഉപകരണങ്ങൾ ബ്ലോക്ക് ചെയ്തു. 18 ലക്ഷം ഫോണുകൾ കണ്ടെത്തി. 3,87,000 ഫോണുകൾ വീണ്ടെടുത്തതായും കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുട്ടികളുടെ മൊബൈൽ അടിമത്തത്തിനെതിരെ നടപ്പിലാക്കിയ ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി വൻ വിജയമെന്ന കേരള പോലീസ്. DDAD പദ്ധതിയിലൂടെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് 775 കുട്ടികളെ ഇതുവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചതായി പോലീസ് അറിയിച്ചു. സംസ്ഥാനമൊട്ടാകെ 1739 പേരാണ് ഇതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. ബാക്കി കുട്ടികളുടെ കൌൺസിലിംഗും തുടർ ചികിത്സയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് മീഡിയ സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രവീൺ പറഞ്ഞു. കുട്ടികളുടെ വിദ്യാഭ്യാസം, പരീക്ഷ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കി സമയം നൽകിയാണ് കൌൺസിലിംഗ്. ചിലർക്ക് കൂടുതൽ സിറ്റിംഗ് ആവശ്യമായി വരാറുണ്ട്. സോഷ്യൽ പോലീസിംഗ് വിഭാഗം 2023 ജനുവരിയിലാണ് DDAD തുടങ്ങിയത്. കുട്ടികളിലെ മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് ഇത് കണ്ടെത്താം. മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയ ഇന്റർനെറ്റ് അഡിക്ഷൻ ടെക്സ്റ്റ് വഴിയാണ് അടിമത്തത്തിന്റെ തോത് കണ്ടെത്തുക. ശേഷം കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെറാപ്പി, കൌൺസലിംഗ്, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകും. ഇതിലൂടെ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായവും ഉറപ്പാക്കും. അമിത ദേഷ്യം, അക്രമാസക്തരാകൽ, ആത്മഹത്യാ പ്രവണത, വിഷാദം, പഠനത്തിലെ ശ്രദ്ധ കുറവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കാണ് പരിഹാരമുണ്ടാവുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യ ചാറ്റിലെ പുതിയ സുരക്ഷാ ഫീച്ചറുമായി വാട്സ്ആപ്പ് വരുന്നു. ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഫീച്ചർ നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണ്.
അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി എന്ന പുതിയ ഫീച്ചർ ഉടൻ തന്നെ വാട്സപ്പ് പുറത്തിറക്കും. അനാവശ്യ സന്ദേശങ്ങൾ പങ്കിടുന്നത് തടയുകയാണ് ലക്ഷ്യം. ഫീച്ചർ വന്നു കഴിഞ്ഞാൽ ലഭിച്ച ഫോട്ടോകളോ വീഡിയോകളോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ കഴിയില്ല. സേവ് ചെയ്യാൻ ശ്രമിച്ചാൽ മെസ്സേജിന്റെ ഉടമ ഓട്ടോ സേവിംഗ് പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ടെന്ന് ഒരു പോപ്പപ്പ് മെസ്സേജ് സ്വീകർത്താവിനെ അറിയിക്കും. നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി ഫീച്ചർ വാട്സപ്പിന്റെ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ബീറ്റ പതിപ്പിൽ ലഭ്യമാകും. ഉപഭോക്താവിന്റെ സ്വകാര്യ ഉള്ളടക്കം മറ്റുള്ളവർ സേവ് ചെയ്യാതെ കാണണമെന്നാഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി ഫീച്ചർ ഉപയോഗപ്രദമാകും. അതേസമയം വാട്സപ്പ്, വെബ്, മറ്റ് തേർഡ് പാർട്ടി ടൂളുകൾ എന്നിവ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഇപ്പോഴും സ്ക്രീൻഷോട്ടുകൾ പകർത്താൻ കഴിയുമെന്നതാണ് ഇതിന്റെ പരിമിതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ മുൻനിര സ്മാർട്ട് ഫോൺ ബ്രാൻഡായ ഷവോമിയുടെ പ്രീമിയം ആൻഡ്രോയിഡ് TV വിപണിയിലേക്ക്. സ്മാർട്ട് ടെലിവിഷനുകളുടെ പുതിയ സീരീസ് വിപുലീകരിച്ചുകൊണ്ടാണ് ഷവോമി QLED TV X Pro പുറത്തിറക്കുന്നത്. ഷവോമി QLED TV X Pro സീരീസ് വ്യാഴാഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഈ വിഭാഗത്തിൽ ഷവോമി മറ്റു മുൻനിര കമ്പനികൾക്ക് ശക്തമായ എതിരാളിയാകും. ഷവോമി സീരീസിലുള്ള സ്മാർട്ട് TV മോഡലുകൾക്കെല്ലാം മികച്ച ഡിസ്പ്ലേയാണുള്ളത്. മികച്ച കാഴ്ചാനുഭവത്തിനോടൊപ്പം മെച്ചപ്പെടുത്തിയ ശബ്ദ നിലവാരവും ശക്തമായ പ്രോസസ്സറും ഒത്തിണങ്ങിയ മികച്ച ഗൂഗിൾ TVയാണിതെന്നും കമ്പനി അവകാശപ്പെടുന്നു. ഷവോമിയുടെ നിലവിലുള്ള മോഡലുകളെ അപേക്ഷിച്ച് ഒരു സിനിമാറ്റിക് അനുഭവം ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഇതോടൊപ്പം വരാനിരിക്കുന്ന സ്മാർട്ട് ടിവികളിൽ ഒരു പ്രത്യേക ഗെയിമിംഗ് മോഡ് ഉണ്ടായിരിക്കുമെന്നും കമ്പനി അറിയിച്ചു. 4K റെസല്യൂഷനോട് കൂടിയ 43, 55, 65 ഇഞ്ച് ഡിസ്പ്ലേ വലിപ്പങ്ങളിൽ X Pro QLED സീരീസ് സ്മാർട്ട് ടിവികൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിനേക്കാൾ മികച്ച സാങ്കേതിക വിദ്യയും പുതിയ ഫീച്ചറുകളും എന്ന വാഗ്ദാനത്തോടെ QLED TV X Pro സീരീസ് കമ്പനി പുറത്തിറക്കുന്നത്. ഗൂഗിൾ അസിസ്റ്റന്റിനെ പിന്തുണയ്ക്കുന്നതാണ് QLED TV. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.